അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിൻ്റെ പിറകിൽ. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. ഇപ്പോഴും സുധാകരന് ഇത് തന്നെയാണോ അഭിപ്രായം എന്നുള്ളത് ആലോചിച്ചിട്ട് അന്തം കിട്ടുന്നില്ല. കഷ്ടം എന്നാൽ എന്താ പറയുക. അപ്പോൾ നമ്മുടെ ഒരു ജനപ്രതിനിധി എങ്ങനെയൊക്കെ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നേതൃത്വം സത്യം പറഞ്ഞാൽ പാലക്കാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഒരുപാട് രാപ്പകലെ ഭേദമെന്നെ പണിയെടുക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന എത്രയോ നല്ല നേതാക്കന്മാർ പാലക്കാട് തന്നെയുണ്ട്. എന്ന് മാത്രമല്ല, ഷാഫി ഇവിടുന്ന് രാജിവെച്ച് വടകരയിലേക്ക് പോയപ്പോൾ പലരുടെയും മനസ്സിൽ സരിനടക്കമുള്ള നേതാക്കൾ ഇവിടെ സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്നു. മാത്രമല്ല, എത്രയോ വർഷങ്ങളായി വെള്ളം കോരി ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന മനുഷ്യരെ എല്ലാം തള്ളിമാറ്റി ഷാഫി പറമ്പലിൻ്റെ ഒരേ ഒരാളുടെ വാശിപ്പുറത്ത് ഈ ഒരു മനുഷ്യനെ അടൂരിൽ നിന്നും പാലക്കാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ന്യായമല്ല എന്ന് അന്ന് അനേകം കോൺഗ്രസ്സുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. ആരും പക്ഷേ പാർട്ടിക്ക് പുറത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും ഷാനിബിനെ പോലെയുള്ള നേതാക്കൾ അത് തുറന്നു പറയുകയും ആ പാർട്ടിയിൽ നിന്ന് എന്നേക്കുമായി പുറത്തേക്ക് പോകുകയും ചെയ്തു. സരിൻ പുറത്തേക്ക് പോയി, ഷാനിബ് പുറത്തേക്ക് പോയി, അങ്ങനെ കുറേ നേതാക്കൾ പോയി. പക്ഷേ ഇതുകൊണ്ടൊന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം പഠിച്ചില്ല. അന്ന് സതീശനെ പോലെയുള്ള നേതൃത്വം ഇവരെ പാലൂട്ടി വളർത്തുകയായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. ഷാഫി, രാഹുൽ അങ്ങനെ തുടങ്ങിയ ഒരു യുവനിരയുണ്ട്. അവരെ അടുത്തൊരു നേതൃനിരയായി, രണ്ടാം നിരയായി തിരഞ്ഞെടുത്തപ്പോൾ കാരണം അവരുപയോഗിക്കുന്ന ഭാഷകൾ, അവരുടെ ഒരു വൈബ്, ഇതൊക്കെ പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നും അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചുവരവ് സാധ്യമാകുമെന്നും ഒക്കെ അവർ വിചാരിച്ചും കണക്ക് കൂട്ടിയിരിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. രാഹുലിനെ പുറത്താക്കിയിട്ടും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുവിധം തരക്കേടില്ലാത്ത ഇടതുപക്ഷത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം അവർക്ക് ചരിത്രത്തിൽ വളരെ കാലത്തിന് ശേഷം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്തായാലും ഇതെല്ലാം അതിനപ്പുറം ഒരു രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെല്ലാം അപ്പുറം ഒരു ജനത്തെ പ്രതിനിധീകരിക്കുന്ന മാതൃകയാവേണ്ട ഒരംഗം എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപഴകുന്നത്, സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്, അയാളുടെ ഈ വൈകൃതമായ രതിചേഷ്ടകൾ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു പാഠമെന്ത് എന്നൊക്കെ ഒരു തിരിച്ചറിവ് ഇത്രയും കാലഘട്ടത്തിൽ ഈ പാർട്ടിയിൽ ഇയാൾ കുറേ കാലമായി പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംശയം തോന്നാതിരുന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് പുറം ലോകത്തേക്കും അല്ലെങ്കിൽ ആർക്കും കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമാവില്ലെന്നും തങ്ങളുടെ പാർട്ടിക്ക് അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതിനൊരു ടൂളാക്കി ഈ മനുഷ്യനെ ഉപയോഗിക്കണമെന്നാണ് ആ പാർട്ടി വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം രാഹുലിനൊരു പ്രത്യേക വാക്ചാതുര്യമുണ്ട്. ആരെയും എന്തും അനാവശ്യം വിളിച്ച് പറയുന്നതിന് ഈ മനുഷ്യന് ഒരു തൊലിക്കട്ടിക്ക് കുറവുമില്ല. മുഖ്യമന്ത്രിയൊക്കെ എടോ വിജയ എന്ന് സംബോധന ചെയ്യുക. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാറില്ല. ഒരു പ്രതിപക്ഷ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്ക്കും. രാഷ്ട്രീയമായ വിമർശനം നടത്താറുണ്ട്. എന്ന് മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസിനെ പോലെ തന്നെ യുവജന വിഭാഗമായ CPM-ൻ്റെ യുവജന വിഭാഗമായ DYFI വളരെ മനുഷ്യത്വപരമായ പൊതിച്ചോറ് വിതരണമുണ്ട്. ഈ പൊതു ആരോഗ്യ ആശുപത്രികളിലൊക്കെ ഈ പാവപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അവർ. അതിനെയൊക്കെ പുറകിൽ എന്തൊക്കെ വൃത്തികേടുകളാണ് അവർ, ഇതിൻ്റെ മറവിൽ വലിയ തോതിലുള്ള വ്യഭിചാരമാണ് നടക്കുന്നതെന്ന് ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ് അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ ഇയാൾ നാട് മുഴുവൻ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഈ ലോകം അറിയുമ്പോൾ എന്താണ് ഈ സമൂഹത്തിന് കിട്ടുന്ന പാഠം? എന്താണ് ഈ സമൂഹം ഇത്തരം നേതാക്കളുടെ പുറകിൽ? ഇന്നും ആ മനുഷ്യനെ ഇത്രയും മൂന്നാമതൊരു സംഭവം റിപ്പോർട്ട് ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴും സ്ത്രീകളടക്കമുള്ള, അതും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ, വനിതാ നേതാവടക്കം ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തുമാത്രം വിഷം കുമിഞ്ഞ മനസ്സുകളുടെ ഉടമയായിരിക്കണം ഈ പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ളത്. അവരൊക്കെയാണ് അടുത്തൊരു തലമുറയ്ക്ക് പാഠമാകേണ്ടത്, മാതൃകയാവേണ്ടത് എന്ന് പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വയ്ക്കുക എന്നല്ലാതെ മലയാളി എന്ത് ചെയ്യാനാണ്? ഇവർക്ക് അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഓരോ മലയാളിയും ആലോചിക്കേണ്ടതാണ്. ഇത്തരം വിഷജന്തുക്കളെ ഏതു പാർട്ടിയിൽ നിന്നായാലും എടുത്ത് തുളുത്ത് പുറത്തെറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊരു പക്ഷേ സതീശൻ കുറച്ച് നേരത്തെ വയ്യാണ് മനസ്സിലാക്കിയതെങ്കിലും
അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അയാളെ അകറ്റി നിർത്തിയത്. എന്നിട്ടും സുധാകരനെ പോലെയുള്ള മനുഷ്യൻ അയാളെ പാർട്ടിക്ക് വേണം, ചേർത്ത് പിടിക്കണം, ആരെന്തു പറഞ്ഞാലും ഞാൻ അയാളുടെ കൂടെയാണ്, അവൻ മിടുക്കനാണ്, അവൻ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞ ആ നേതാവിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്നറിയാൻ ഓരോ മലയാളിക്കും താല്പര്യമുണ്ട്. എന്ത് ചെയ്യാൻ, നമുക്ക് ഈ വോട്ടർമാർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് ഇതെല്ലാം കണ്ടും കേട്ടും നിർഗുണ പരബ്രഹ്മമായിരിക്കുക എന്നല്ലാതെ മറ്റു മാർഗമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.